മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ MSFന് അതൃപ്തി. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ മന്ത്രിമാർ തന്നിഷ്ടം കാണിക്കുന്നെന്ന് MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളെ സുതാര്യമാക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ ഉപസമിതിയെ നോക്കുകുത്തിയാക്കിയെന്നും ഭരണം ലഭിച്ചപ്പോൾ MSF അവഗണിക്കപ്പെട്ടെന്നും പ്രമേയത്തിൽ. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, വലിയ വിമർശനമാണ് MSFന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് ലീഗിനെതിരെ. ഇതിൽ കഴമ്പുണ്ടോ? എന്താണ് വസ്തുത? ഇവർ ഈ പരാതിയുമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? തീർച്ചയായും വലിയ പരാതി തന്നെയാണ് MSFന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത്. അതായത് ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് ലീഗ് മന്ത്രിമാർക്കെതിരെ. മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നത് അവരുടെ തന്നിഷ്ടപ്രകാരമാണ്. അത് പാർട്ടി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി നൽകുന്ന പേരുകൾ അവരെ നിയമിക്കുന്നില്ല. ഒപ്പം തന്നെ MSFും ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകൾ നൽകിയ അത്തരം ലിസ്റ്റുകളൊന്നും പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പേഴ്സണൽ സ്റ്റാഫ് നിയമനം നടത്തുന്നു. അത് തന്നിഷ്ടപ്രകാരം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ഈ പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നത്. പോഷക സംഘടനകൾക്ക് സമർപ്പിച്ച ശുപാർശ മന്ത്രിമാർ പാടെ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. പാർട്ടിക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിച്ച നിരവധി പ്രവർത്തകരുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ മുൻപ് പദവികൾ വഹിച്ചവർക്കും ചില പ്രത്യേക വ്യക്തികൾക്കും വീണ്ടും അവസരം നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത് എന്നും ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ ബോധ്യമോ അതിപ്പം പാർട്ടി കൂറോ ഇല്ലാത്തവരെ ഉൾപ്പെടെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് MSFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് അവരുടെ തീർച്ചയായും അവരുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ, പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ അത്തരത്തിൽ വിമർശനം ഉയരുന്നു അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ഏറെ പ്രത്യേകതയുണ്ട്.